പറഞ്ഞു നരകമേ നിന്റെ ശരീരത്തിന്റെ ഉള്ളിലെ കിടക്കുന്ന ചൂടുന്ന വെളിയിലേക്ക് പോകാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം നരകത്തിന് അല്ലാഹു ശ്വസിക്കാൻ അനുവാദം കൊടുത്തു. വർഷത്തിന് 2 പ്രാവശ്യം നരകം ശ്വാസം വിടും. ഒന്ന് വീട് കാലത്ത്, മറ്റൊന്ന് ശൈത്യകാലത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ വർഷത്തിൽ ഒരു പ്രാവശ്യം നരകം ശ്വാസം വിടുന്നുണ്ട്. ആ ശ്വാസം വിടുന്ന ചൂടാണ് ഭൂമിയിലേക്ക് ആനടിക്കുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തിന്റെ ശ്വാസം വിടുന്ന ചൂടാണ് ഭൂമിയിലെ ചൂട് വർദ്ധിപ്പിക്കുന്നത്. അല്ലാഹു പറയാ ഈ രീതിയിൽ നീ നടന്നാൽ നീ ചെയ്തതൊക്കെ നീ അനുഭവിക്കേണ്ടി വരും. ഏതാ അനുഭവം എന്നറിയോ? ഞാൻ സമയപരിമിതമായിട്ട് സൂറത്ത് തകാതുൽ മുഴുവനും ചർച്ച ചെയ്യുകയാ. നീ അനുഭവിക്കേണ്ടി വരുന്നത് ഏതെന്നറിയോ? അനുഭവം മറ്റൊന്നുമല്ല, ജഹീമെന്ന കത്തിക്കാളുന്ന നരകത്തെ നീ നാളെ പരലോകത്ത് കാണേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സൂറത്ത് തകാസുർ. നീ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പരിണിത ഫലം മനുഷ്യ നീ തന്നെ അനുഭവിക്കേണ്ടി വരും. ആ അനുഭവം എവിടെ? ആ അനുഭവം എവിടെയാണ്? ആ അനുഭവം ജഹീം എന്ന കത്തിക്കാളുന്ന നരകമാണ്. അത് മാത്രം പറഞ്ഞു നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മണ്ണാർക്കാട് എന്ന് പറയണാണ്. അത് എന്റെ ഒരു 200 സദസ്, 200 കഴിഞ്ഞ 200 കുറെ ചെറുപ്പക്കാരാണ്. അങ്ങനെ 200, 300 ഒക്കെ ആയി. കണ്ട അന്ന് മുതൽ ഏത് വാതിലും 200, 300 ഒക്കെ ആയി. അല്ലെങ്കിൽ 200 കഴിഞ്ഞു. മണ്ണാർക്കാട് എന്ന് പറഞ്ഞാണ് വൈക്കോട്. അതാണ് വാക്കവിയുടെ ഏറ്റവും വലിയ ശക്തി, അവരുടെ ദുആ. കാരണം അത് വെറുതെ പുറകെ കൂടിയതാണ്, ഒന്നും ആഗ്രഹിച്ചു കൂടിയതാണ്. അവരുടെ ദുആ എപ്പോഴും ഉണ്ട്. അല്ലാഹു നിലനിർത്തി തരട്ടെ. സാധുക്കളുടെ ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുക. അവർ സാധുക്കളാണ്. ഞാൻ ചോദിക്കും, എന്തിനാ എല്ലാവരും ഒന്ന് ദുആയ്ക്ക് ആമീൻ പിടിക്കാൻ പുസ്തകക്കാരല്ല, ദുആക്ക് ആമീൻ പിടിച്ച അന്നത്തെ ദിവസം റാഹത്താണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദുആയുടെ സദസ്സ് അല്ലാഹു വലിയ സദസ്സാണ്. അല്ലാഹുവിനെ നിലനിർത്തി തരട്ടെ. അല്ലാഹു നിലനിർത്തി തരട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മള് അവസാന മഴയ്ക്ക് വേണ്ടി അല്ലാഹു മസ്കിനാ ഗൈതൻ മുഗീതൻ ഹനീഅൻ മരീഅൻ സഹൻ തബഖൻ നാഫിഅൻ ഗൈറ ളാദിൻ ദുആ ചെയ്തു പിരിഞ്ഞു. കുറേക്കടെ വിട്ടിയെത്തിയപ്പോൾ മഴ പെയ്യുന്നു. ആദ്യം തന്നെ വാക്കഫിയുടെ കറാമത്തൊന്നുമല്ല. നമ്മൾ പെയ്യണ മഴയല്ല നമ്മുടെ കറാമത്ത് വെച്ചത് വലിയ അപകടമാണ്. എല്ലാം നമ്മുടെ അവനാന്റെ കറാമത്തിലേക്ക് വെച്ചാൽ അത് വലിയ അപകടമുള്ള ഒരു വാദമാണ്. ഏതായാലും ഇവിടെ വന്നിരുന്ന ഇന്നലത്തെ സദസ്സിൽ ഏതൊക്കെയോ സാലിഹീങ്ങളും നല്ലവരും ഒക്കെ ഉണ്ട്. ഈ സദസ്സിൽ ഏറ്റവും മോശം ഞാനാണെന്നാണ് എന്നെ കുറിച്ച് ഞാൻ വിലയിരുത്തുക. എന്നാലേ ഞാൻ നന്നാവും. ഞാനാണ് ഏറ്റവും വലിയ ആളെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നന്നാവൂല. നമ്മൾ അഹങ്കാരികളോ, നമ്മൾ അബൂജഹലിനെ പോലെയാവും. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സദസ്സ് ഇന്നും നമ്മൾക്ക് അവസാനം ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമുക്ക് നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ എന്ന് തെറ്റിലേക്ക് നടക്കുന്നുവോ അന്ന് അള്ളാഹു മഴയെ പിടിച്ചു നിർത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാതെ ഓസോൺ ലെയറിന് സുശീലം വീണതൊന്നുമല്ല. അത് വീഴാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. മനുഷ്യൻ എന്ന് മോശമാകുന്നുവോ അന്ന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നവൻ അവനാണ്. അള്ളാഹു ചോദിച്ചില്ലേ, അഫറഅയ്തും മാ തഹറുസൂൻ അഅൻതും അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ എന്താ കരുതിയത്? എല്ലാ പൊല്യൂഷനും ഒഴിവാക്കി ഓസോൺ ലെയറിന്റെ സുഷിരമൊക്കെ അടച്ച് മനുഷ്യരൊക്കെ നന്നായ മഴ പെയ്യൂല. ഞാൻ പറഞ്ഞു പറ്റൂല. മഴ അള്ളാഹുവിന്റേതാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ വാഖിഅ അള്ളാഹു ചോദിച്ചത്, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നീ കുടിക്കുന്ന വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ? മേഘജാലകത്തിൽ നിന്ന് ആ ജലത്തുള്ളികൾ
മഴത്തുള്ളികളെ വർഷിപ്പിക്കുന്നത് ഞാനാണോ? അതല്ല, അതല്ല, നീയാണോ മനുഷ്യ ആകാശത്ത് മഴ വർഷിക്കാതിരിക്കുന്നത്? ബിസിനസ്സുകളിലെ തടസ്സങ്ങൾ വരുന്നത്, എല്ലാ സമ്പത്തുകളുടെ കടലാവുകളെ പിടിച്ചു വെക്കുന്നത്, അതിലൊരു തെറ്റ് ചെയ്യാത്ത സാരികൾ പോലെ പെട്ടുപോകും. മനുഷ്യ മനുഷ്യ, അത് നിന്റെ പ്രവർത്തനങ്ങളുടെ വൈകല്യം കാരണത്താലാണ്. ഈ തമ്മാടിത്തരം അവസാനിപ്പിക്കണേ. ഞാൻ ഈ സൂറത്ത് തകാഫിറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂത്രം മാത്രം അതിന്റെ ആശയം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഓരോ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഖബറിലേക്ക് പോകേണ്ടതാണെന്നുള്ള ബോധത്തോടെ നാളെ കത്തിക്കാളുന്ന ജഹീമെന്ന നരകം, ആ നരകമേതെന്ന് അവസാനം ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് നമുക്ക് പഠിക്കാം. നരകത്തിന് പോകും. വയമ്മിനുക്കും ഇല്ല വാരിദുഹാ കാന റബ്ബിക ഖതമന ബഖിയാ. ആ നരകത്തിന്റെ മുമ്പിൽ ഓരോരുത്തരെയും കൊണ്ടുപോയി വെക്കുമ്പോ ഞാനത് അനുഭവിക്കേണ്ടവനാണ് റബ്ബേ. എന്റെ ജീവിതം അവസാനിക്കുമല്ലോ എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണേ. ആറടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവന്റെ ശരീരം മണ്ണിലോട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതുപോലെ അവസാനിപ്പിക്കില്ല മനുഷ്യ. അതുകൊണ്ട് അവസാനിക്കില്ല മനുഷ്യ. എനിക്കറിയോ, നമ്മൾ ഒരാളെ ഖബറിലെത്തിയിട്ട് ഖബറിലേക്ക് പോയി ഒരു 40 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ അവിടെ കുറെ എല്ലിൻ കഷണങ്ങളിലാണ്, മറ്റൊന്നും കാണുകയില്ല. നമ്മൾ വിചാരിക്കും ഇതോടെ അവസാനിച്ചു വന്ന്. അല്ല അല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഉമ്മാ മുഅദ്ദബുൻ ഔ മുനഅബുൻ ഇലാ യൗമിൽ ഖിയാമ. ആ കബറിൽ കിടക്കുന്ന കാലത്തോളം ഖിയാമത്ത് നാൾ വരെ ഒന്നുകിൽ അവൻ ആ കബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ കബറിൽ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഒന്നുകിൽ അവൻ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ ചെയ്ത നന്മകളുടെ സന്തോഷം അവൻ കബറിൽ അനുഭവിക്കുന്നുണ്ടെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമുക്ക് ആ ബോധം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്തപിക്കാൻ, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമാണിത്. അല്ലാഹുവേ അല്ലാഹുവേ, മരിക്കുന്നവനാണുള്ള ബോധം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് നാളെ 6 അടി മണ്ണിൽ കിടക്കേണ്ടവനാണ്, അത് കഴിഞ്ഞ് ഞാൻ ജഹീം എന്ന നരകത്തിൽ പോകേണ്ടവനാണ് എന്ന ബോധത്തോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം. അതാണ് ഈ 2 ദിവസത്തെ സദസ്സിന്റെ ഏറ്റവും വലിയ റിസൾട്ട്. ഇതോടുകൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തണം. നമ്മൾ ചില സ്വഭാവങ്ങളോട് വിട പറയണം. ചില സ്വഭാവ വൈകൃതങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണം. 4 കാര്യങ്ങൾ ഉപേക്ഷിക്കണം. 4 കാര്യങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം അതാണ്. 4 കാര്യങ്ങൾ സൂറത്ത് തകാസുർ നമ്മളോട് പറയാൻ 4 കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4 കാര്യങ്ങൾ ഒഴിവാക്കണം. തയ്യാറല്ലേ? ആണോ? 4 കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഇന്നു മുതൽ. ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗം കഴിഞ്ഞ് 4 കാര്യം, ആ 4 സ്വഭാവം ഒഴിവാക്കണം. പറഞ്ഞ ഒഴിവാക്കാൻ തയ്യാറല്ലേ? വീഡിയോ വലിക്കണ കാര്യമല്ലോ. നിങ്ങൾ അറുപത്തെട്ട് പേടിക്കണം. വീഡിയോ വലിക്കണ്ടെന്ന് പറഞ്ഞു. വീഡിയോ വലിച്ചാൽ അപകടമാണ്. വീഡിയോ വലിച്ചാൽ പിന്നെ പുക മൂക്കിലൂടെ പോകും. മൂക്കിലൂടെ പുക പോകുന്നത് നരകവാസികളുടെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എവിടെയെങ്കിലും ഒരു സദസ്സ്, പിരിവൊന്നും പാടില്ല, നേരത്തെ തുടങ്ങുന്ന സദസ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വിഷയമുണ്ട്, പുകവലി. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം തയ്യാറാക്കിയപ്പോൾ പുകവലിയുമായി ബന്ധപ്പെട്ട് 82ഓളം ഹദീസുകൾ. 82. വളരെ ഗൗരവത്തോടെ വലിക്കുന്നവരൊക്കെ ഉണ്ടാവും, എന്നോട് വിഷമിക്കരുത്. ആ സ്വഭാവം ഒഴിവാക്കണം. വളരെ ഗൗരവമാണ് പുകവലി. 82ഓളം ഹദീസുകൾ. എവിടെയെങ്കിലും നിങ്ങൾ ഒരു ആരോഗ്യ സെമിനാറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിരിവൊന്നുമില്ലാത്ത വാദങ്ങൾ വെച്ചോടി. പിരിവുണ്ടെങ്കിൽ പിന്നെ പുകവലി പറഞ്ഞ പിരിവ് കിട്ടില്ല. പുകവലി 82 ഹദീസുകൾ. 6 മണിക്കൂറുണ്ടാവും പ്രസംഗം പുകവലിയെ കുറിച്ച്. ഞാൻ കുറെ പുതിയ വിഷയങ്ങൾ തയ്യാറാക്കുന്നുണ്ട്, സമൂഹത്തിന് പ്രയോജനം ഉണ്ടാവും. പുകവലി, ട്രാഫിക് നിയമങ്ങൾ, ഖുർആനും ഗതാഗതവും. ഒരു 8 മണിക്കൂർ പ്രസംഗമാണ് ഖുർആനും ഗതാഗതവും. ഞാൻ നേരെ കുറച്ച് പറഞ്ഞു തന്നില്ലേ? കുട്ടികൾ പാഞ്ഞു പോകുന്നു, വണ്ടിക്കടിയിലേക്ക് കയറുന്നു, കാത്തു നിൽക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടുന്നു.
അവർക്കറിയില്ല ഇതിന്റെ ബേജാറ്. ട്രാഫിക് നിയമങ്ങളെ കുറിച്ച്, എങ്ങനെ ഓടണം, എങ്ങനെ സഞ്ചരിക്കണം, നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇതിന്റെയൊക്കെ മാർഗ്ഗഗ്രന്ഥം ഖുർആനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട കുറെ ശീലങ്ങളുണ്ട്. ആ ശീലങ്ങൾ അല്ലാഹു മാറ്റാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശീലങ്ങൾ മാറ്റാൻ വലിയ പാടാണ്. മാറ്റേണ്ട ശീലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒന്നിനെ അഡിക്റ്റായി പോയാൽ ഇന്ന് നമുക്ക് ജീവിതത്തിൽ മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ സാധനം. ഇത് നമ്മൾ അഡിക്റ്റാണ് അല്ലെ? ഇതിപ്പോ ഒഴിവാക്കാൻ പറ്റുക. പക്ഷെ ഞാനിപ്പോ ദുആ പടച്ചോൻ എനിക്ക് ഇരിക്കായിരുന്നെങ്കിൽ. പിന്നെ ഈ സംഘാടകർ വിളിക്കണോണ്ട്, ഭാര്യ വിളിക്കണോണ്ട് അത് ഇടങ്ങി വിളിച്ചോണ്ടിരിക്കും. പ്രത്യേകിച്ച് വാതിന് മലപ്പുറത്തൊക്കെ പോയ ഒരാഴ്ച കഴിഞ്ഞവരെ അപ്പൊ പിന്നെ ഭാര്യ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ അത് മതി. നിങ്ങൾ ആലോചിച്ചു, ഏത് പള്ളിയുടെ മുകളിൽ കയറിയാലും ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. എത്ര പേരുടെ സ്വിച്ച് ഓഫ് ചെയ്യുന്നവർ ഇല്ല? ഞാനൊരു ഉദാഹരണം പറയാം. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. ആരുടെ സ്വിച്ച് ഓഫ് ചെയ്യുന്നവർ? അപ്പൊ നമ്മളതെടുത്ത് വൈബ്രേറ്റ് സൈലന്റ് മോഡിലാണ് സ്വിച്ച് ഓഫ് ചെയ്യും. ആരെങ്കിലും അപ്പൊ നമ്മളതെടുത്തിട്ട് നേരെ സൈലന്റ് മോഡ്, വൈബ്രേറ്റ് മോഡിലാക്കും, പോക്കറ്റ് ഇടും. നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി അല്ലാഹു അക്ബർ പറഞ്ഞ സർവ്വ ചിന്തയും മാറ്റി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ ഓതി അൽഹാഖു മുത്തഖാദിർ ഹത്താ സുറുത്തുൽ മഖാബിർ. എത്ര ഉന്നൽ ജഹീം, കത്തിക്കാളുന്ന ജഹീമിനെ, നരകത്തെ മുന്നിൽ കണ്ട് ഇഖ്ലാസോടെ നിസ്കരിക്കുമ്പോഴാണ് വൈബ്രേറ്റ് മോഡാണെന്ന്. അപ്പൊ കോള് വരും, പോക്കറ്റ്. അപ്പൊ നമ്മൾ വിചാരിക്കും പടച്ചോനെ നേരത്തെ വിളിക്കാന്ന് പറഞ്ഞ ആളാണോ, അവരായിരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ചിന്ത മാറി, ചിന്ത നേരെ ദുനിയാവിലേക്ക് പോകും. തീർന്നോ നിസ്കാരം?